ഗായ്സ്, കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. കയാക്കിങ്, പാഡൽ ബോർഡിങ്, സർഫിങ്. അപ്പോഴാണ് ഓർത്ത ഈ പ്രാവശ്യത്തെ വ്ളോഗിൽ ഒരു സാധാരണ വ്ളോഗാക്കി വന്നു. അപ്പോൾ സാധാരണ വ്ളോഗാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണമല്ലോ. അതാണ് ഇന്നത്തെ വാക്കത്തോൺ. ഇന്ന് നമ്മൾ ബേസിക്കലി മറൈൻ ഡ്രൈവിലാണുള്ളത്. വാക്കരോ നടത്തുന്ന 3K and 5K വാക്കിംഗ് ആണുള്ളത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരു സിസ്റ്റുണ്ട്. എൻ്റെ ടീഷർട്ടും ബിബ് നമ്പറും വേറൊരാളുടെ ഇല്ല. ഇന്നലെ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാത്രമുള്ളത് ഈ വേറെ ഡ്രസ്സിൽ. ബാക്കിയുള്ള ആൾക്കാർ മൊത്തം വാക്കറിൻ്റെ ഡ്രസ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് പേരുണ്ട്. രാവിലെ തന്നെ എല്ലാവരും വാക്ക് ചെയ്യാനാണ് വന്നേക്കുന്നത്. ഓ, ഗേറ്റ് അവിടെ അല്ലേ? ഞാനിത് തുണി വരുള്ളൂ. ഗൈസ്, അപ്പോൾ എൻ്റെ ടീഷർട്ട് ഈ പുള്ളിക്കാരത്തിലായിരുന്നു. പോകണോ ഗൈസ്? അപ്പോൾ എനിക്കൊരു ടീഷർട്ട് കിട്ടി. ഇതെടുത്ത് ഇടുമെന്ന് അറിയാൻ പാടില്ല. ഇടണോ ഗൈസ്? അപ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഇട്ടുതരാം. ഹായ് ഹായ് ഹരിത. ഹായ് അരുൺ. നിങ്ങൾ അടുത്ത ആൾക്കാരാണോ? അപ്പോൾ ബിബ് കിട്ടി ഗൈസ്. അപ്പോൾ നമ്പർ 7438 ആണ്. പിന്നെ ഒരു 30-40 മിനിറ്റ്സ് അവിടെ വർത്താനോ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഗൈസ്. ഈ നേരം കൊണ്ട് സൂര്യൻ ഉദിച്ചു. എല്ലാവരും വാക്കത്തോണിന് വേണ്ടി എനർജറ്റിക്കായി നിൽക്കുവാണ്. കുറച്ച് നേരം വാമപ്പൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സാധാരണ പോലെ സ്ട്രെച്ചിങ് വാമപ്പല്ലായിരുന്നു, സുംബയായിരുന്നു. എല്ലാവരും ഒടുക്കത്ത് ഡാൻസ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയും അൾട്രാ ഇൻട്രോവേർട്ടായ ഞാൻ പോലും അവിടെ കുറച്ച് നേരം ഡാൻസ് കളിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ ടഫ് സ്റ്റെപ്സിന് ശേഷം വാമപ്പൊക്കെ കഴിഞ്ഞു. എല്ലാവരും വാക്കത്തോണുകൊണ്ട് റെഡിയായി. ടൈം ഓൾമോസ്റ്റ് 6:30 ഗൈസ്. ഓൾമോസ്റ്റ് 5000 പേരുണ്ടെന്നൊക്കെയാണ് ആ കുട്ടി അനൗൺസ്മെൻറ്റിൽ പറഞ്ഞത്. അന്നേരം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായി. നമ്മുടെ എല്ലാവരും ഇറങ്ങി. ഇത് വാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഗൈസ്, വാശിയേറെ നടത്തലാണ് എല്ലാവരും നടത്തിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നടന്ന് പൊക്കോണ്ടിരിക്കുക. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വാക്ക് എത്തി. നടന്ന് മറൈൻ ഡ്രൈവ് തൊട്ട് ക്വീൻസ് വാക്ക് വഴിയാണ് നമ്മുടെ ഈ വാക്കത്തോൺ. 5 കിലോമീറ്റർ ആണ്. ആദ്യമേ നടക്കുമ്പോഴുള്ള എനർജി എല്ലാവർക്കും മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട്. 2 കുപ്പി വെള്ളവും തീർത്തു. ഒരുപാട് കൊച്ചു വർത്താനങ്ങളായിട്ട് നമ്മൾ ഈ വാക്കത്തോൺ അങ്ങനെ മുന്നോട്ട് പോയി. ഗൈസ്, അങ്ങനെ നമ്മൾ 5K നടന്നു കഴിഞ്ഞു. നമ്മളവിടെ എത്താറായി ഓൾമോസ്റ്റ്. 2 കുപ്പി എവിടെ? എനർജിക്ക് ഇവിടെ ഓണായാ? ഡാൻസ് ഒക്കെ കളിച്ച് എനർജിയൊക്കെ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് കൂപ്പൺ കിട്ടി. പക്ഷേ ഈ കാണുന്നതാണ് ലൈൻ. ഫുഡിൻ്റെ ലൈനായി കാണുന്നത്. ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. എൻ്റെ വിശപ്പിൽ സമ്മതിക്കില്ല. നമ്മൾ ലൈനിൽ നിൽക്കുന്നില്ലല്ലോ. നല്ല തിരക്കാണ് ഗൈസ്. ഇത്രയും ലൈൻ നിന്നിട്ട് ആകെ കിട്ടുന്നത് ഒരു മുട്ടയും ഒരു പഴവും ഒരു ഇഡ്ഡലിയാണ്. ഓക്കെ, അപ്പോൾ അതിന് നല്ല പുറത്തേക്ക് കൊണ്ട് കഴിക്കാം. ഒരാളെന്തേ അങ്ങനെ 5K വാക്ക് കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഫുഡിന് ഭയങ്കര ലൈൻ. നേരത്തെ കാണിച്ചില്ലേ, ഒടുക്കത്തെ ലൈനാണ്. അപ്പോൾ ആ ലൈനിൽ നിന്നിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു ക്ഷമ എനിക്കില്ല. പുറത്തെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇവരെന്തോ പറഞ്ഞു, ദോശയോ ഇഡലിയോ കഴിക്കാമെന്ന് വെച്ചു. ഫിനിഷറിൻ്റെ ഫോട്ടോ ലൈനാണ്. ഫോട്ടോ ബൂത്തിലും ഭയങ്കര തിരക്ക് ആൾക്കാർ. അപ്പോൾ നല്ല വിശപ്പുണ്ട് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണോ? 4:30 ഇറങ്ങി അല്ലേ? 4:30 ഇറങ്ങിയ ഇപ്പോൾ 8 മണിയായി.
എല്ലാ വ്ളോഗിലും നിങ്ങൾക്ക് തന്നെ വിശപ്പും ഫുഡും കാണാൻ നല്ല ഭാഗ്യമുണ്ട്. ഹലോ രാവിലെ വന്നോ? ഹായ് പറയാൻ പാടേ? ബൈ ബൈ ബൈ. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഗൈസ്, കൂടെ പഠിച്ച. അയ്യോ അവരെന്ത് നല്ലൊരു സ്ഥലം പറ ഫുഡ് കഴിക്കാൻ. ഞാൻ പുറത്തേക്ക് എത്ര ആളാണ്, അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ 5K വാക്ക് കഴിഞ്ഞു ഗൈസ്. നല്ല വിശപ്പുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അവർ കാറിലാണ് വരുന്നത്, ഞാനും കൂട്ടുകാരനും ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് കാണാം. ഇഡ്ഡലി, പൂരി, ചപ്പാത്തി, നെയ്റോസ്റ്റ്, മസാല ദോശ, പൊങ്കൽ, ഉപ്മാവ്, ഇടിയപ്പം, പുട്ട്, അപ്പം. ഓക്കെ, താങ്ക് യു. ഞാൻ അവിടെ പൊങ്ങിയിട്ട് ഇവിടെ പൊങ്ങിയത് ഗൈസ്. റെസ്റ്റോറൻറ്റ് പോയാൽ ഫുഡ് കഴിക്കാൻ എത്തി. ഒരാൾ മാത്രം എത്തിയിട്ടില്ല. ആരത്തത്ത് റെസ്റ്റോറൻറ്റ് പോയ ഗൈസ്. 5 കിലോമീറ്റർ നടന്നു, ഫുള്ള് വയറ് കാലിയായിരിക്കുക. ഭയങ്കര വിഷമം. എനിക്ക് ഇന്ന് ചീറ്റാണ്. ഞാൻ ആക്ച്വലി പൂരി മസാല പറഞ്ഞത്. ഞാൻ പൂരി മസാല കഴിക്കാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ വിശപ്പുണ്ടെങ്കിൽ ഒരു മസാല ചോറ് പറയും, അത് വേറെ കാര്യം. പൂരി മസാല എനിക്ക്, കൊത്തോറോട്ടക്കാരന് നെയ്ദോശ, നെയ് റോസ്റ്റ്, ഇതെന്ത് സാധനം? സാമ്പാർ ഇഡ്ഡലി, അത് പൂരി മസാല, ഇത് മസാല ദോശ, ഇത് ഇഡ്ഡലി. എനിക്കുള്ള ഫുഡാണ്. അപ്പം ഇനി എല്ലാവരും കഴിച്ചോ. ഗൈസ്, അങ്ങനെ ഇവിടെ ഒരാൾ ചായ അടിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ബൈ, കാണാം. അപ്പോൾ അടുത്ത പോക്കത്തോടെ ഇനി മീറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനി വീട്ടിലോട്ട് പോവാം. സോ ഗായ്സ്, ഞാൻ വൈകിട്ട് വീഡിയോ എഡിച്ചിരുന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ ഔട്ടർ കൊടുക്കാൻ മറന്നുപോയി. വൈകിട്ടായി, കൂടെ കുട്ടൂസിനുണ്ട്. സോ ഗായ്സ്, ഇന്നത്തെ ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ആക്ച്വലി 5 കിലോമീറ്റർ നടന്നതിനല്ല, ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വന്ന് ഒരു ഹെൽത്തിനും ഫിറ്റ്നസ് വേണ്ടിയുള്ള കാര്യത്തിന് ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു നല്ലൊരു സന്തോഷമുണ്ട്, നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും ഒരുപാട് പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ നടക്കുന്ന കണ്ടപ്പോഴത്തേക്കും വളരെ ഹാപ്പിയായി. കാര്യം ശരിയാണ്, ഒരുപാട് പേരൊക്കെ ചുമ്മാ സെൽഫി ഇടാനും ഫോട്ടോ എടുക്കാനും പോസ്റ്റ് ചെയ്യാൻ മാത്രം വന്നാണ്. എന്നാലും ഒരുപാട് ഹെൽത്തിയായ ആൾക്കാർ, ഡെയിലി നടക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾ ഇങ്ങനെ ഇവൻ്റ് വരും മാത്രം നടക്കാതെ ഡെയിലി റൂട്ടീനിൽ വാക്കിംഗ് ആഡ് ചെയ്യുക. ആക്ച്വലി ഒരു 5 മണിക്ക് എണീറ്റ് വന്നില്ലെങ്കിലും ഒരു 6 മണിക്കൊക്കെ 6 മണിക്ക് 7 മണിക്കോ വെയിൽ വരുന്നതിന് മുമ്പ് പോകുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ആക്ച്വലി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സൺറൈസ് കാണുന്നത് തന്നെ നമ്മളുടെ ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും, അതുപോലെ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കിട്ടും. അതായത് 10 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ഡേ പ്രൊഡക്റ്റീവ് ആവുന്നില്ല, സമയമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നല്ലത് രാവിലെ എണീക്കുക, നിങ്ങളുടെ എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും മോർണിംഗ് വാക്കിന് പോവാം, ജോഗിങ്ങിന് പോവാം, സൈക്ലിങ്ങിന് പോവാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റേ ഫിറ്റ്. നമ്മളെല്ലാവരും നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സമയം മാറ്റുക. ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറാണ് നമ്മുടെ പേഴ്സണൽ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതിനുവേണ്ടി റിമൈൻഡർ ആവട്ടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ. കുട്ടി സാർ ബൈ പറ. ബൈ. വഴക്കടിയ